ഞാനും ചോദിച്ചിരുന്നു, കല്യാണത്തിന് ഞാനും സംസാരിക്കുന്നു. വിജയ് സാറങ്ങ വന്നാൽ നമ്മൾ എങ്ങനെ ക്രൗഡ് കൺട്രോൾ ചെയ്യും? നമ്മള് റീലടിക്കണതിന് റീലടിച്ചിട്ട് ശരിക്കുമില്ലേ ആ കല്യാണം ഓൺലൈൻ മീഡിയ എക്സ്പീരിയൻസ് പറഞ്ഞാൽ വല്ലാത്ത എക്സ്പീരിയൻസ്. ഞാനൊന്നും വന്നിട്ടില്ല, ഞാനിപ്പോൾ പേജിൻ്റെ ഇല്ല. അപ്പോൾ ഇവർ വന്നിട്ട് പറയുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഓൺലൈൻ മീഡിയ കാരണം അവിടെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം, അതിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ ഷൂട്ട് ചെയ്യാൻ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അതല്ല കോമഡി, ഗുരുവായൂരാണല്ലോ അതും വെളുപ്പിന്. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോഴേ നമ്മുടെ ക്യാമറ 4 പേരുണ്ട്, ഒരു 10-30 ക്യാമറ. ഇത് ആരാ നമ്മളെ ഏൽപ്പിച്ചേക്കണേ? നമ്മുടെ ക്യാമറ എനിക്ക് ആകെ അറിയാവുന്ന ഇതിനെയാ. എനിക്ക് വേറെ അറിയില്ലല്ലോ, നമ്മൾ തുടങ്ങിയിട്ടല്ലോ. ആക്ച്വലി എന്താ പറ്റിയെന്നറിയോ, നമ്മള് കല്യാണത്തിന് ആരോ എന്റെ വീട്ടിൽ നിന്ന് ക്ഷണിച്ച ആരോ സ്റ്റോറി ഇട്ടിട്ട് ഐ വിൽ ഡെഫിനറ്റ്ലി കം എന്ന് പറഞ്ഞിട്ട് ഇൻവിറ്റേഷൻ സ്റ്റോറി ഇട്ടു. അതേത് പൊട്ടനാണ് അങ്ങനെ ചെയ്യാൻ എനിക്കറിയില്ല. പക്ഷെ ആരും എന്റെ വീട്ടിൽ നിന്ന് കൊടുത്ത ഇൻവിറ്റേഷൻ ആണ്. ആ ഇൻവിറ്റേഷൻ കാർഡ് കണ്ടപ്പോ മനസ്സിലാവും. ദീപകടം പറയും നിന്റെ ഏതോ ബന്ധുക്കാരാണ് തോന്നുന്നു, ഭയങ്കര ബുദ്ധിയുള്ള ബന്ധുവാ, എടുത്ത് സ്റ്റോറി എടുത്തിട്ടു. ലൊക്കേഷൻ ഉൾപ്പെടെ രാവിലെ ഗുരുവായൂർ ഇവരെത്തുന്നതിന് മുമ്പ് ബാക്കിയുള്ളവർ റെഡിയാ മുഹൂർത്തത്തിന്. രാവിലെ 5 മണിക്ക് എങ്ങാനും ആയിരുന്നു. ഞാൻ ചെന്നപ്പോ അവസ്ഥ 30 ക്യാമറ നിറച്ച ആൾ കുത്തിത്തര. ഞാൻ ഇവനോട് ചേടാ നമ്മുടെ ക്യാമറ ആരെങ്കിലൊക്കെ എടുത്തോളൂ, അവിടെ നമുക്ക് മേടിക്കാന്നൊക്കെ. തൊട്ടപ്പുറത്തെ ഹോട്ടൽ റൂമിലേക്ക് വന്നപ്പോഴേ ഞാൻ നോക്കിയപ്പോ കുറെ ആൾക്കാർ എൻ്റെ അടുത്ത്, ഞാൻ അങ്ങനെ ക്യാമറ ഒക്കെ മാറ്റാണല്ലോ, അപ്പൊ എടുത്ത് ചേട്ടാ ഒരു ബൈറ്റ് എടുത്തോളൂ ചേട്ടാ. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ആരും സംസാരിച്ചാ എടുത്തോ എന്ന് പറയാനത്. അപ്പൊ എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഓരോരുത്തരും വന്ന് ഓരോ കഥകൾ, ചേട്ടാ അവിടെ നിന്ന് വന്നാ ചേട്ടാ, ഇവിടെ നിന്ന് വന്നാ ചേട്ടാ, ഞാൻ എടുത്തോ. അപ്പൊ ഒരാൾ കയറ്റിയിട്ട് അടുത്ത ആള് ചേട്ടാ എന്നെ കൂടി കയറ്റി ചേട്ടാ. നിങ്ങൾ ആരും കയറാണ്ടിരിക്കാൻ ഇവര് ഹോട്ടൽ റൂമിലേക്ക് കയറി. എന്റെ പൊന്നു.